ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം റാഗിയും ഈന്തപ്പഴവും ചേർന്നുള്ള ഒരു കുറുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തിയായി തടി വയ്ക്കാൻ പറ്റിയ വിറ്റമിനുകളുടെ ഒരു കലവറ തന്നെയായ ഒരു വിഭവമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. മധുരക്കിഴങ്ങ് നെയ്യ് ചേർത്ത് ഉടച്ചത്. 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒന്നാന്തരം വെയിറ്റ് ഗെയിൻ ഫുഡാണിത്. മധുരക്കിഴങ്ങിലെ പ്രകൃതിദത്ത മധുരവും നെയ്യും ചേരുമ്പോൾ കുഞ്ഞുങ്ങൾ ഇത് നല്ല രുചിയോടെ കഴിച്ചോളും. എന്തുകൊണ്ട് മധുരക്കിഴങ്ങും നെയ്യും? പെട്ടെന്ന് തൂക്കം കൂടാൻ. മധുരക്കിഴങ്ങിൽ നല്ലതുപോലെ കലോറിയും കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ ശരീരപുഷ്ടി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. കാഴ്ചശക്തിക്കും ചർമ്മത്തിനും. ഇതിലുള്ള വിറ്റമിൻ എ കുഞ്ഞുങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും സ്കിൻ നല്ല ഗ്ലോ ആകാനും മികച്ചതാണ്. വയറിന് ഉത്തമം. അതായത് ഇതിലെ ഫൈബർ ദഹനം എളുപ്പമാക്കുകയും മലബന്ധം പൂർണ്ണമായി മാറ്റുകയും ചെയ്യും. ഇത് തയ്യാറാക്കേണ്ട രീതി പറഞ്ഞു തരാം. ആദ്യമായി ആവശ്യമുള്ള സാധനങ്ങളാണ്: മധുരക്കിഴങ്ങ് പകുതി മതിയാക്കും, പശുവിൻ നെയ്യ് 1/2 ടീസ്പൂൺ, ചെറു ചൂടുവെള്ളം ആവശ്യത്തിന്. ഉണ്ടാക്കേണ്ട രീതി പറഞ്ഞു തരാം. കിഴങ്ങ് നന്നായി കഴുകി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇത് ആവിയിലോ കുറച്ച് വെള്ളത്തിലോ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക. വെന്ത കിഴങ്ങ് ചൂടോടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഫോർക്ക് ഉപയോഗിച്ച് ഒട്ടും കട്ടകളില്ലാതെ നന്നായി ഉടയ്ക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പശുവിൻ നെയ്യ് ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് ലൂസാകാൻ അല്പം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടാറുമ്പോൾ ഇത് കുഞ്ഞിന് കൊടുക്കാം. ഇത് കൊടുക്കുന്നതിന് മുമ്പ് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. മധുരക്കിഴങ്ങിന് സ്വന്തമായി ഒരു മധുരമുള്ളതുകൊണ്ട് പഞ്ചസാരയോ കൽക്കണ്ടമോ ഒന്നും ഇതിൽ ചേർക്കരുത്. ആദ്യമായി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം: തുടക്കത്തിൽ 1-2 സ്പൂൺ കൊടുത്തു നോക്കുക. വയറിന് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പായ ശേഷം അളവ് കൂട്ടാം. കൊടുക്കേണ്ട സമയമാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഉച്ചയ്ക്ക് മുൻപുള്ള സമയത്തോ അല്ലെങ്കിൽ ലഞ്ചായിട്ടോ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല റെസിപ്പിയാണിത്. അപ്പോൾ അമ്മമാരെ, കുഞ്ഞിന് നല്ല ഹെൽത്തി ആയിട്ട് ശരീരപുഷ്ടി വയ്ക്കാൻ സഹായിക്കുന്ന ഈ മധുരക്കിഴങ്ങ് മാഷ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്ന ആർട്ടിഫിഷ്യൽ പൊടികളേക്കാൾ എത്രയോ ഗുണമാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ വിഭവങ്ങൾ. വിശ്വസിച്ച് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ല. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ദഹനശേഷിയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് വേറെ കുഞ്ഞിനെ നോക്കി അവന് നല്ല തടിയുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിന് തടിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കാൻ നിൽക്കരുത്. കുഞ്ഞിൻ്റെ ആക്ടിവിറ്റിയും ആരോഗ്യവുമാണ് പ്രധാനം. ഓരോ പുതിയ ഭക്ഷണം കൊടുക്കുമ്പോഴും കുഞ്ഞിൻ്റെ വയറിന് പരുവം നോക്കി മാത്രം അളവ് കൂട്ടാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കിയിട്ട് അവർക്ക് വരുന്ന മാറ്റങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, വീഡിയോ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, കൂടാതെ ഈ വീഡിയോ മറ്റുള്ള അമ്മമാരിലേക്കുമായി ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വെയിറ്റ് ഗെയിൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.